ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ പിന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നതേ വാപ്പ പുറത്ത് പോയിട്ട് അരി പഠിപ്പിക്കാൻ പോയിരുന്നു. അപ്പം മെല്ലിൽ പോയല്ലേ? എന്ത് മഴ പെയ്താ അവിടോട്ടൊക്കെ? അല്ല താണ്ടേ ഇതിനകത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ. ആ അതാ വെള്ളമുണ്ട്. ആ ശരി. അല്ല പക്ഷെ ഇവിടെ നല്ല മഴക്കാറുണ്ട്, പക്ഷെ ഇതുവരെ പെയ്തില്ല. പക്ഷെ വാപ്പതാ പോയിട്ട് വന്നപ്പം ഫുള്ള് മഴ നനഞ്ഞിരിക്കുന്നു അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പം മെല്ലിലൊക്കെ പോയിട്ട് പിന്നെ ഇതൊക്കെ അരിയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പോയതാണ്. പഠിപ്പിച്ചാ അരി പൊടിപ്പിച്ചു ഗൈസ്. വറുത്താപ്പാ അരി പൊടിപ്പിച്ചു വറുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഒരു മാസം ഇല്ലായിരുന്നു പഠിപ്പ്, ഗ്യാസ് ഇല്ലായിരുന്നു വറുപ്പ്. നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ അരി പൊടിപ്പിച്ചാല് വറുത്ത് കിട്ടും അല്ലേ അമ്മ? വറുത്ത് കാണൂലേ? ഉണ്ടല്ലേ? ആ അപ്പൊ എല്ലായിടും ഉണ്ടാവും, എല്ലായിടത്തും കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അരി പൊടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് വറുത്ത് വാങ്ങിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടൊന്നും വറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ റെഡി ആയോ? കഴിഞ്ഞാ? ഇവിടെ എത്രയാണ് നമ്മൾ 1 കിലോ വറുത്ത് പൊടിപ്പിക്കണേന്? പൊടിപ്പിച്ച് വറക്കണേന് 22, പൊടിക്കണേന് മാത്രമാണെങ്കിലോ എത്ര കിലോ ഉണ്ടായിരുന്നു? 8 കിലോ 150 രൂപ, 150 പൈസ. അപ്പോൾ പൊടിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറെ നാളത്തേക്ക് അപ്പം, പുട്ട്, അതേപോലെ അല്ല അപ്പമല്ല സോറി പുട്ട്, ഉരട്ടി, ഇടിയപ്പം, വീശപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഇതിന്റെ പിന്നാലെ ആയിരുന്നു അല്ലേ അരി കഴുകല് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട്. വെയിലും ഇല്ല. അതെ അതെ അതെ. തുണിയൊക്കെ ഇട്ട് തോർത്തി അരിയൊക്കെ കറണ്ട് പോകുന്നു. ഇന്നത്തെ കോള് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് പൊടിച്ച് കിട്ടൂല. അതിന് മുമ്പ് മഴക്കാറുള്ളതുണ്ടല്ലേ? മഴക്കാറും കൊടുക്കും. മഴക്കാറുണ്ട് കേട്ടോ. രാവിലെ ഞാൻ കണ്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടാണ് പോയത്. ഇനിയുള്ള മഴ വേറൊരു കാര്യമുണ്ട്, പേടിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിമിന്നലുണ്ടാവും. എന്ത് നമ്മുടെ ലേബലാണ് കേട്ടോ. നിജാസ് റമീസ് എന്ന് വായിക്കാം, നിസാർ റസീന എന്ന് വായിക്കാം. നമ്മുടെ ഇവിടെയുള്ള എല്ലാ പാത്രങ്ങളിലും ലേബൽ ഉണ്ടാവും. കാരണം മുന്നേക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്പുറം വീടുകളിലൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളുടെ കൂടി മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത പരിപാടിയാണ്, ഉമ്മ ചെയ്ത പരിപാടിയാണ്. ഇതേപോലെ അടയാളം ഇട്ട് വെക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തികയാത്ത എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഇവിടുന്ന് പാത്രം എടുത്തുകൊണ്ട് പോകും. അതിന്റെ കൂടെ തന്നെ വേറെ 12 പണിക്കാരെ പാത്രം ഉണ്ടാവും. അപ്പം അതെ. അപ്പോൾ ഉള്ള പാത്രം തിരിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തു വെച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വേറൊരു അതിഥി കൂടിയുണ്ട്, ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു അതിഥി എത്തിയ മഹത്തായ ദിവസം എന്നൊക്കെ നമ്മൾ സിനിമയിൽ പറയില്ല. അതേപോലെ ഒരു അതിഥി കൂടിയുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ആരാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളകത്തുണ്ട്, നമുക്ക് ആളെ വിളിക്കാം ഗൈസ്. അപ്പോൾ ആ അതിഥി വേറെ ആരുമല്ല, റമീസാണ്. റമീസ്, എന്തൊക്കെ വിശേഷം? കുറച്ച് വർക്കിലാണ് അവൻ. അപ്പോൾ അവൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ എത്തി പിന്നെ ഇന്നിപ്പതേ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും അവിടുത്തെ വർക്കുകൾ ചെയ്യാണ്. ഇന്നലെ വർക്കുകൾ ഒരുപാടുണ്ടോ? വർക്കുകൾ ചെയ്ത് തീർക്കാണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ചെയ്ത് തീർക്കാനുള്ള വർക്കുകളൊക്കെ അവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഇനി പോണത്? കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അല്ലേ? വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ പിന്നെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. എവിടെ ഇരുന്നാലും വർക്കുകൾ തീർത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർനെറ്റ് വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്തൊക്കെ നിന്റെ വിശേഷങ്ങൾ? അടിപൊളി. എറണാകുളത്ത് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ചൂടൊക്കെ തന്നെ? ചൂട് തന്നെയാണ്. എറണാകുളത്തും ചൂട് തന്നെയാണ്. ചൂടിന് മാറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പറയണത്. അപ്പോൾ ഭക്ഷണം കഴിക്കില്ലേ നീ? കഴിച്ചോ? ഭക്ഷണം കഴിച്ചെന്നാണ് അറിയണത് കേട്ടോ. തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വർക്കുകൾ നടക്കട്ടെ, ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിവിടെ വീഡിയോയിൽ ഇടയ്ക്കിടെ കാണിക്കാറില്ലേ, നമ്മളെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാരക്ക എന്ന് പറയുന്ന ഒരു പഴമില്ലേ, ആ പഴം ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പിലും അച്ചാറിലൊക്കെ ഇടാൻ പറ്റുന്നു. പക്ഷേ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇന്നലെ ഉമ്മ അച്ചാറിട്ടു. അപ്പോൾ അച്ചാറിട്ടതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചത് എന്താ ചെയ്യാൻ പറ്റണത്, ഉപ്പിലിടാൻ കഴിയുമോ, അച്ചാറിടാൻ കഴിയുമോ, പച്ചക്ക് തിന്നാൻ കഴിയുമോ എന്നൊക്കെ. ഇതൊക്കെ ചെയ്യാൻ പറ്റും.
അതെ, മാങ്ങ അച്ചാറിടുമ്പോൾ തന്നെ ഈ സാധനം നമുക്ക് അച്ചാറിടാൻ പറ്റും. എന്നിട്ടും കുറെ ആൾക്കാർ ചോദിക്കേണ്ടത് അമ്പഴങ്ങയാണോ എന്നൊക്കെ. അമ്പഴങ്ങ അല്ല, അതേപോലെ തന്നെ വേറെ എന്തൊക്കെ പേര് പോവാതിരിക്കണമെങ്കിലേ ഇതുപോലെ കോരിയിട്ട് മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു അങ്ങനെ നല്ലെണ്ണ പകർന്നു കൊടുത്താൽ ചീത്തയായി പോവില്ല. അപ്പൊ ഇതും കാരക്ക തന്നെയാണ് കേട്ടോ, ഇതും കാരക്ക തന്നെയാണ്. അതിന്റെ ബാക്കിയാണ് ഇത്. നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് തീർന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിത് എടുക്കും. അപ്പൊ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ മഴക്കാറായതുകൊണ്ട് ഇന്നലെ അമ്മര് വരാൻ നിന്നാണ്. ഇന്ന് വരുമോ നോക്കട്ടെ, അമ്മരെ വിളിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും സാധനമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഴുത്തതാണ്. പഴുത്താണെങ്കിൽ ചെറിയ മധുരം ഉണ്ടാവും. പിന്നെന്താണ്, ചെറിയൊരു പുളി ഉണ്ടാവും അല്ലേ. എരിവും കൂടെ ആകുമ്പോ സംഗതി ഉഷാറാണ് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. നമ്മള് ചക്കരനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന കാര്യം നമ്മള് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ പോകണം നമ്മള്? അടുത്ത ദിവസം അല്ലേ. നാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നാളെ, അതായത് ദിവസം വ്യാഴാഴ്ച അല്ലേ. നമ്മൾ വ്യാഴാഴ്ചയാണ് കൂട്ടിക്കൊണ്ടുവരാൻ പോണത്. അതെ, നാളെ നമുക്കൊരു കല്യാണം കൂടിയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മളൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പങ്കെടുത്തതിന് ശേഷം പോകാന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മായും ഉപ്പായും ഉണ്ടാവും, പിന്നെ റമീസും ഉണ്ടല്ലോ. അപ്പോൾ റമീസും ഉണ്ടാവും. നമ്മൾ റമീസ് വരുന്നതാണ്. അതൊക്കെ നമുക്ക് നാലാളായിട്ട് പോവാം. അപ്പോൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നാളെ നമുക്ക് എപ്പോഴാണ് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോവല്ലേ? കല്യാണം കഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അതിന് മുന്നേ കഴിയും, വേഗം കഴിയും ഇവിടെ കല്യാണം. അതെ അതെ, ആ സമയത്താണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മളിവിടെ 1:30 പരിപാടി കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ നമുക്ക് അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നേരെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിടാം. അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്താം അല്ലേ. രാത്രിയോ കുറച്ച് വൈകിട്ടാണെങ്കിലും നമുക്ക് അവിടെ എത്താം. അവിടെ എത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കങ്ങനെ നാളെ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കണത്. നമ്മുടെ കുഞ്ഞ് സുന്ദരി ഇപ്പോൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ആള് മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട്. ചക്കര ഇന്ന് രാവിലെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ 2 കൊമ്പൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടേ, 2 കൊമ്പൊക്കെ ഇങ്ങനെ തലയിൽ കെട്ടി വെച്ചിട്ട് പാമാട്ടി കുട്ടികളെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അതിൽ ഇപ്പോൾ കയ്യൊട്ടാനൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ആള് കയ്യൊട്ടുമൊക്കെ ചെയ്യും. കയ്യൊട്ടുണ്ണി, കയ്യൊട്ടുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ 2 കൈ കൊണ്ട് കൊട്ടും. അതൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് ഓരോന്ന് പഠിച്ചു വരണ സമയമാണല്ലോ. നമ്മൾ പഠിപ്പിക്കും പോലെ ഉണ്ടാവും. നമ്മളോരോ കമാൻഡുകൾ കൊടുത്ത് ഇങ്ങനെ പഠിപ്പിക്കും പോലെ തന്നെ കുട്ടികൾ പഠിച്ചു വരണത്. അപ്പോൾ പിന്നെ അബ്ബാന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. പിന്നെ ചക്കരനെ മമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടെന്ന് ചക്കര പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്തപ്പോൾ അബ്ബ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അബ്ബ എന്നൊക്കെ ഇങ്ങനെ ആൾ വിളിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ മുട്ടിലിടയിലൊന്നും ഇതുവരെ തുടങ്ങിയില്ല. അത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിരിക്കും, കുട്ടി ഇങ്ങനെ ഇരിക്കാറുണ്ട്. പക്ഷേ അവളിങ്ങനെ മുട്ടിലിഴഞ്ഞിട്ടോ നീന്തിയിട്ടൊക്കെ പോകണ ആ ഒരു ടൈമാണ് ശരിക്കും ഇപ്പോഴും. പക്ഷേ അതൊന്നും ഇതുവരേക്കും തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ വിചാരിക്കണ പോലെ തന്നെ ഇനി നേരെ നടത്തത്തിലേക്ക് പോവുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, വേറെ അസുഖങ്ങൾ ബുദ്ധിമുട്ടൊന്നും മക്കൾക്ക് ഇല്ലാതിരുന്നാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വിശേഷങ്ങൾക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കുട്ടീനെ കാണാനായിട്ടൊക്കെ ഭയങ്കര അടങ്ങാറാണ്. അപ്പോൾ ഒരു കുറേ ദിവസമായില്ലേ, അപ്പോൾ കാണാനായിട്ട് അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ വിശേഷങ്ങളൊക്കെ വരും വീഡിയോസിൽ കാണാം. ബാക്കി നാളെ പോകുന്ന വിശേഷങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വിശേഷിച്ചിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.